ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രഞ്ചി ഔട്ട്സൈഡ്, നല്ല സൂപ്പർ ടേസ്റ്റി ഇൻസൈഡുമായിട്ടുള്ള സ്നാക്ക് റെസിപ്പി. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ റെഡിയാക്കിയെടുക്കാം. നമ്മൾ എഗ് പഫ്സൊക്കെ ഉണ്ടാക്കണം സെയിം രീതി. നമുക്ക് പേസ്ട്രി ഒന്നുമില്ല, നമുക്ക് പേസ്ട്രി ഉണ്ടാക്കിയെടുക്കാൻ സമയമില്ലെങ്കിൽ ബ്രെഡ് ഉണ്ടോ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനകത്തൊരു ഇച്ചിരി ഓൾട്ടറേഷനൊക്കെ വരുത്തുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക്. അപ്പോൾ ഒരു 5 മുട്ടയും കൊണ്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 10 സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ബ്രെഡ് തിൻ സ്ലൈസസ് ആയിട്ടുള്ളതാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ 3 വലിയ ഓനിയൻസ് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ആവശ്യത്തിന് കറി ലീവ്സ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, അരക്കുടം വെളുത്തുള്ളി. അപ്പോൾ സെയിം പപ്സിന് ഉണ്ടാക്കുന്ന മസാല അതിനകത്ത് ഇച്ചിരി ഓൾട്ടറേഷനൊക്കെ വരുത്തുന്നുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഒനിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഗോൾഡൻ കളറാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള എരിവോ ടൊമാറ്റോ ചേർക്കണം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓൾട്ടറേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അത് ഞാനിതിനകത്ത് പച്ചമുളക് ചേർക്കുന്നത് അരിഞ്ഞിട്ടല്ല കേട്ടോ. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചമുളക് കടിക്കുമ്പോൾ എരിവ് കൂടുതൽ കിട്ടും, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണ്. അത് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒത്തിരി കടിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ക്രഷറിലിട്ട് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് പയ്യെ വഴണ്ട് വരുമ്പോൾ ഞാനൊരു കാസ്റ്റയറിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൊടുക്കും കേട്ടോ. അതിന് സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വ്യത്യസ്തത രുചിയിൽ കഴിക്കാൻ പറ്റും. പഫ്സിനെ പോലെ ആണെന്ന് വെച്ചാൽ അതുപോലെ അല്ല കേട്ടോ. ബ്രെഡ് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു നല്ല ക്രിസ്പി ആയിരിക്കും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മസാല ദോശയ്ക്ക് ഉണ്ടാക്കിയ ഫില്ലിംഗ് ഉണ്ടായിരുന്നു, പൊട്ടറ്റോ ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ലെയർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒനിയൻ്റെ ഫില്ലിംഗ് കൊടുത്തിട്ടാണ് എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. പയ്യൊന്ന് വഴണ്ട ഉള്ളി. അപ്പോൾ അതും കൂടെ ഒന്ന് മുരിഞ്ഞ് വരണം. കുക്കായി കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞാൽ ഒരുപാട് മൊഴിക്കാൻ നിൽക്കരുത്, കാരണം ഒരു കാശ്മീരിൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് ആവശ്യത്തിന് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കളർ കിട്ടുമ്പോഴത്തേക്കും പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഞാൻ പൊടിച്ച് വെച്ചിട്ടിരിക്കുന്ന ഗരം മസാലയാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് വേറെ ഒന്നിനും ഫ്ലേവർ മാത്രം മതിയല്ലോ. അപ്പോൾ ഒരുപാട് ഇൻറ്റൻസ് ഫ്ലേവർ വരാനും പാടില്ല. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വേണ്ടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെറ്റ് പൊടികൾ ചേർക്കാം. ഇതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതി കേട്ടോ. ഇനി ഞാൻ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്, അല്പം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ ഇല്ല കേട്ടോ, ഒന്നിനും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ആ മസാലപ്പൊടി മുന്തിച്ച് നിൽക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനകത്ത് കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർത്തു. നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. എൻ്റെ പച്ചമുളകിന് ഒരുപാട് എരിവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എരിവൊക്കെ ഓർഡർ ചെയ്യാം. ഇതൊരു മൈൽഡ് ഹീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല എരിവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് വിട്ടിട്ട് ഇത് തന്നെ റെഡിയായി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഓർഡർ ചെയ്യാം. ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം ടൊമാറ്റോ പ്യൂരി റെഡിമെയ്ഡ് മേടിച്ച് അല്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരൽപ്പോടെ ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി.
ഒരല്പം ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ. അതും കൂടെ ഒന്ന് അതിനകത്തേക്ക് ബ്ലെൻഡായിട്ട് വരട്ടെ. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതായി കഴിഞ്ഞ് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുമ്പോൾ നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ബ്രെഡാണ് നമ്മൾ ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരല്പം വെള്ളം ചേർത്തെടുക്കാൻ ക്രഷ് ചെയ്തെടുത്ത മുളകൊന്ന് കഴുകിനകത്ത് ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടും. മീനൊക്കെ ചൂടുവെള്ളം ഇട്ട് ചേർക്കാം. അപ്പോൾ ഇത് ഇനി തണുക്കാനായിട്ട് വെക്കാം നമുക്ക്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഞാനിത് എങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ഫ്രോസൺ ചെയ്ത് നോക്കിയിട്ട് അഴുക്കായി പോകുമായിരുന്നു. ഈ പ്രാവശ്യം പെർഫെക്റ്റായിട്ട് കിട്ടി. ഇങ്ങനെ അരിഞ്ഞ് കൃത്യമായിട്ട് വെച്ച് എടുത്തങ്ങ് ഇട്ടാൽ മതി. നല്ല എളുപ്പമാണ് കേട്ടോ. അത് നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം. ഞാൻ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചു. അപ്പോൾ എടുത്തിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കഴുകൊന്നും വേണ്ട. അത് നനവോടുകൂടി വെക്കുമ്പോഴായിരുന്നു എൻ്റെ എപ്പോഴും ചീത്തയായി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഞാൻ എൻ്റെ പൊട്ടറ്റോ ഫില്ലിങ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മസാല ദോശയുടെ റെഡിയാക്കി ഇതിരിപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മസാല ദോശയുടെ പൊട്ടറ്റോ ഫില്ലിങ് റെഡിയാക്കി റെഡിയാക്കി എടുത്താൽ മതി. അതിന് നമുക്ക് ഫ്ലേവർ ഓർഡർ ചെയ്യാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. ഞാനൊരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. മുട്ട 2ആയിട്ടല്ലേ മുറിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുമാരെ ചപ്പാത്തി പ്രസ്സുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റോളറുന്നുണ്ട്, ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് തിന്നായിട്ട് കിട്ടും ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചിട്ട് മാറ്റാം. നമുക്ക് 4 സൈഡ് മുറിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡെല്ലാം 4 സൈഡും മുറിച്ച് ഞാനിങ്ങനെ ചപ്പാത്തി പലയുന്നുണ്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക്.
അപ്പോൾ നമ്മൾ ബ്രെഡുകളെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടറ്റോയുടെ ഒരു തിൻ സ്ലൈസ് ലെയർ ചേർത്തു. അതിൻ്റെ മുകളിൽ നമ്മുടെ ഒനിയൻ്റെ ഫില്ലിങ് ചേർത്ത് മുട്ട ഇങ്ങനെ മുറിച്ചിട്ട് നമ്മുടെ പപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കുമാരെ വെക്കുക. എന്നിട്ട് 4 സൈഡ് ഒട്ടിച്ചെടുക്കുന്ന ഒരു ടാസ്ക്കായിരുന്നു കേട്ടോ. അല്പം വെള്ളം വെച്ചാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് മൈദയോ എന്തെങ്കിലും ഫ്ലോർ കോൺസ്റ്റാർച്ച് അല്പം കലക്കിയിട്ട് ഒട്ടിച്ചോ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കലക്കിയിട്ട് ടിപ്പ് ഒട്ടിച്ചെടുക്കുക ഇച്ചിരി ഈസി ആയിരിക്കും. ഞാൻ വെള്ളം കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തത്. അതൊരു ടാസ്ക്കായിരുന്നു, പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു. റെഡി ആയി കഴിഞ്ഞപ്പോൾ 10 to 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. മുകളിലൊരു എഗ് വാഷും കൊടുത്തായിരുന്നു കേട്ടോ, അതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ ഫില്ലിങ് ആദ്യം കൊടുക്കാം. അതൊന്ന് ലെവലാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കാം. തിൻ ലെയറേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വീതം ഒനിയൻ ഫില്ലിങ്ങും കൂടെ കൊടുക്കാം. അതിൻ്റെ മുകളിൽ എഗ്ഗ് വെച്ച് കൊടുക്കുക. ഇനി 4 സൈഡ് ഒട്ടിച്ചെടുക്കുന്ന ഒരു ടാസ്ക്കായിരുന്നു ഞാൻ പറഞ്ഞ പോലെ. അതിൻ്റെ നമ്മൾ പരത്തുമ്പോൾ അറ്റം ഒരുപാട് പരത്താതിരുന്നാൽ മതി. അപ്പോഴും ഇച്ചിരി ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെള്ളം കൊണ്ട് ഒട്ടിക്കാൻ പോയിട്ടാണ്. പിന്നെ എനിക്ക് മൈദമാവ് കലക്കാൻ പോകാൻ മടി വന്നു. വെള്ളം കൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഒട്ടിച്ചെടുത്തു. നോക്കൂ, ഞാൻ ഇച്ചിരി പണി പെടുന്നുണ്ട് കേട്ടോ അവിടെ. കുഴപ്പമില്ലായിരുന്നു. വിട്ടുപോകാതെ നമ്മൾ അറ്റം പരത്തുമ്പോൾ ഇച്ചിരി ഒരുപാട് പരത്താതിരുന്നാൽ മതി. അപ്പോഴും ഒട്ടിക്കിട്ടും പെട്ടെന്ന്. റെഡിയാക്കി എടുത്തു കേട്ടോ ഞാൻ വെള്ളം കൊണ്ട് തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മൈദമാവ് എന്തെങ്കിലും ഇച്ചിരി നമ്മൾ ഒരു ഗ്ലൂ പോലെ അതിനകത്ത് ഒട്ടിക്കാൻ പറ്റും അന്നേരം. അതാണെങ്കിൽ ഇച്ചിരി കൂടെ ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ ഞാനൊരു ട്രേ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം. അപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളും റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അല്ല, ബേക്കിംഗ് ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെയായിരുന്നു ഞാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്ത്, പിന്നെയൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ. ഇച്ചിരി ഒരു 2 മിനിറ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, റെഡിയായി കിട്ടും.
അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എഗ് വാഷ് കൊടുത്തായിരുന്നു കേട്ടോ. ജസ്റ്റ് മുകളിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് റെഡിയാക്കിയിട്ട്, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കുക്കായതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് JNB ബ്ലോഗ്സ്. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ ഇത് വരുന്നതായിരിക്കും. ഇനി ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ഔട്ട് സൈഡ് ആകുമ്പോൾ നമുക്ക് എടുക്കുക, കഴിക്കാം. താങ്ക് യു, ബൈ.